ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം നടക്കുന്ന സ്റ്റേജിനടുത്താണ്. കാസർഗോഡ് ജില്ലയിലെ ഇരയണ്ണി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവരുടെ ഒരു ഗംഭീര പ്രകടനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നാടകത്തിൻ്റെ പേര് മാ അരണപ്പാച്ചിൽ. ഒരു അരണയുടെ പാച്ചിലാണ് അവർ ഉദ്ദേശിച്ചത്. ആ നാടകത്തിൽ അരണയായിട്ട് വേഷമിട്ട അഭിനന്ദാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അരണയായിട്ട് സ്റ്റേജിൽ ഇങ്ങനെ തകർത്ത് കളിക്കുന്നതിനിടയിൽ അഭിനന്ദിൻ്റെ കാലിന് ഒരു ചെറിയ പരിക്ക് പറ്റി. പക്ഷെ അതൊന്നും ബാധിക്കാതെ അത് ഗംഭീരമായി തന്നെ എടുക്കാൻ ആ അരണയായിട്ട് വേദിയിൽ പൊളിച്ചടുക്കിയെന്ന് പറയാം. നമുക്ക് അഭിനവദിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല ഉണ്ടായിരുന്നു പറഞ്ഞു. ഇറങ്ങിയ പാടന്നെ എല്ലാവരും എടുത്തുകൊണ്ടുപോയി. പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഉച്ചക്ക് രാവിലെ ഫുഡൊന്നും കഴിച്ചു, ഇപ്പോൾ വയറ് അറിഞ്ഞു എല്ലാവരും. വർത്തമാനം കേട്ടപാട് വയറ് അറിഞ്ഞു. സത്യത്തിൽ ഈ കാലിലെ മുറിവ് ഇതെങ്ങനെ പറ്റിയതാ? ഇത് നാടകത്തിൻ്റെ ഇടയിൽ പറ്റി. മാത്രം നാടകം കഴിഞ്ഞ പാട് അറിഞ്ഞത് പറ്റിയിട്ടുണ്ട്. നാടകത്തിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ ഒരു കഥയുടെ ഒരു പോക്കൊക്കെ എങ്ങനെയാണ്? അത് പറഞ്ഞാൽ മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്. മനുഷ്യന്മാർ പേടിച്ചിട്ട് മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്നതിനാ. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അത് നമ്മൾ ഈ നാടകത്തിലൂടെ തെളിച്ച് കാണിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഉള്ള ഒരു സന്ദേശമാണ് ഈ മാ അരണം പാച്ചിലൂടെ ഇവർ ഉദ്ദേശിച്ചത്. അത് ഗംഭീരമായിട്ട് ഓഡിയൻസുമായിട്ട് കൺവേ ചെയ്യാൻ ഈ ടീമിന് സാധിച്ചു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് പ്രകടനങ്ങൾ ഈ നാടകവേദിയിൽ അരങ്ങേറുന്നുണ്ട്. ആ വിശേഷങ്ങൾ നമുക്ക് വഴിയെ പങ്കുവെക്കാം.